ഇന്ന് നമുക്ക് ക്യാരറ്റും കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മറ്റേ ഉരച്ചെടുക്കത്തില്ല, അങ്ങനെ ഉരച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു സവാള അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക്. ഇത്രയാണ് ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി പാൻ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓണാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിന്ന് കടുക് വറുക്കാം. പിന്നെ എൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒത്തിരി എണ്ണ ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. അപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പാൻ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു, ഞാൻ കടുക് ചേർത്ത് കൊടുത്തു. കടുകിനി പൊട്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും, ഞാൻ പച്ചമുളക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടില്ലേ, അതും ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇടുന്നത്. കടുകും പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളകും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തു. നമ്മൾ കടുകും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നല്ല മഞ്ഞൾപ്പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിച്ച നല്ല മഞ്ഞളിൻ്റെ പൊടിയാണ്, അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല. ഇപ്പം വിഷമൊന്നും ഇല്ലാത്ത, നല്ല മായമൊന്നും ചേരാത്ത നല്ല പൊടിയാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാനങ്ങനെ വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും എനിക്ക് അടച്ചു വെച്ച് വേവിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. അതുപോലെ ക്യാരറ്റ് തോരൻ ചിലർക്കൊന്നും ഇഷ്ടമല്ല, കാരണം ഒരു പച്ചച്ചൊവയാണ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേവിച്ച് നല്ല ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പച്ചയുടെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു ഒന്ന് ഇളക്കി ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊന്ന് വേകട്ടെ. ഞാൻ ഇവിടെ തേങ്ങ നമ്മുടെ തോരനുള്ള തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ, കാരണം ഒരു പച്ചമുളക് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ തോരനുള്ള കൂട്ട്, അല്ല വേറെ ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും കൂടെ ഈ തേങ്ങയുടെ കൂടെ ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങയിൽ എല്ലായിടത്തും പിടിക്കാൻ പാകത്തിനൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തോരനുള്ള ക്യാരറ്റ് നന്നായി വെന്തതിന് ശേഷം ലാസ്റ്റിലാണ് നമുക്ക് ഈ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാൻ. അപ്പം ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം വെച്ചത് എന്തായി എന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഒന്ന് ആവി വെള്ളമൊക്കെ കയറുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വെന്തോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പച്ച ചുവ കാണും, അത് ഒരു വല്ലാത്ത മണവുമായിരിക്കും. അപ്പം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. തോരന് ഉരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വേഗം വെച്ചിരിക്കുന്ന സാധനം ഇളക്കി കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉരുക്ക് നെയ്യാണ് ഈ ചേർക്കുന്നത്. വീട്ടിൽ തന്നെ ഉരുക്കിയെടുത്തിരിക്കുന്ന നെയ്യ് ഉണ്ടെങ്കിൽ
അത് ഒരു സ്പൂൺ. നമ്മൾ അല്ലാതെ മേടിക്കുന്നതൊന്നും വേണ്ട കേട്ടോ, ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഉരുക്ക് നെയ്യ് 1 സ്പൂൺ ഉരുക്ക് നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുവരെ ആരും തോരൻ വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് തോരൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇതൊക്കെ എന്നെ ഒന്നായിരിക്കുന്നതെന്ന് ചിന്തിക്കാം. അല്ല, ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ റെസിപ്പിയിൽ ഞാൻ എന്തെങ്കിലും ചെറിയൊരു മാറ്റമേ കാണുള്ളൂ, പക്ഷേ അത് നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനത്. അപ്പം ഇവിടെ ഞാൻ ഉരുക്ക് നെയ്യാണ് ഈ ഒരു റെസിപ്പിയിൽ ചേർക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേകാൻ വെച്ചു. പച്ചമുളകും ഇട്ട് കടുക് വറുത്ത്, എന്നിട്ട് അതൊന്ന് ആവി കയറി മങ്ങിയതിന് ശേഷം നമ്മൾ 1 സ്പൂൺ നല്ല നെയ്യ്, വീട്ടിലെടുത്ത ഉരുക്ക് നെയ്യ് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ 1 സ്പൂൺ ഉരുക്ക് നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇവിടെ ഇരുന്നൊന്ന് വേകട്ടെ. വേവിക്കാം. നമ്മുടെ ക്യാരറ്റ് അപ്പം വേകാനായിട്ട് നമ്മൾ വെച്ചു, നെയ്യൊക്കെ ഒഴിച്ചല്ലേ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചിട്ടില്ലേ, നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ തേങ്ങ മുഴുവനായിട്ട് എടുത്ത് വെച്ചിരുന്ന തേങ്ങ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് നമുക്ക് നല്ലൊരു മുരിഞ്ഞ് കിട്ടും. നന്നായിട്ട് അത്യാവശ്യം അതിങ്ങനെ വേകുന്നതും അല്ലാതൊന്ന് മുരിഞ്ഞ് വരുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഇത് ഒന്ന് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് തന്നെ ആദ്യം ഒഴിക്കുവാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്, കടുക് വറക്കാൻ നേരത്തും കേട്ടോ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അപ്പം നെയ്ക്ക് അത് തന്നെ ഉണ്ടാക്കുന്നതാണ് എത്രയും നല്ലത്, ഹെൽത്തി ആയിട്ടുള്ളത്. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ആണെങ്കിലും ടിഫിനിൽ കൊടുത്തു വിടുക, അല്ലെങ്കിൽ ക്യാരറ്റ് കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടമായി ഈ ഒരു തോരൻ കേട്ടോ. അപ്പം തേങ്ങയിലാണ് മുളക് ഞാൻ ഇതാക്കിയത്. പിന്നെ ഒരു പച്ചമുളകല്ലേ ആദ്യം നമ്മൾ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് തന്നെ ഇതൊന്ന് നല്ലൊരു ഫ്രൈ ആയ പോലെ ഒരു വേകുന്ന വേവും നല്ല ആവി കൊണ്ട് വേകുന്നതും അല്ലാതെ ഇതാകുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മൊരിഞ്ഞ് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു പരുവത്തിൽ നമ്മളിത് ഓഫാക്കുക. അപ്പം നമുക്കിതൊന്ന് നിരത്തിയിട്ട് മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പിരിപിരാന്നിരിക്കണം നമുക്കിങ്ങനെ. അതാണ് അതിൻ്റെ പരുവം. ഒത്തിരി പിരിവരാന്നാകുകയും ചെയ്യൽ, എന്നാൽ പിരിവരാന്നായി കിട്ടുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ ഇത് ഓഫാക്കുക, ഗ്യാസ് ഓഫാക്കുക. ഒത്തിരി പിരിപിരാന്നായി പോയി കഴിഞ്ഞാൽ കൊള്ളൂല കേട്ടോ. അപ്പോൾ ഒരു ആ വേവ് മാറി ആ ഒന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ആ തേങ്ങയാണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഇത്. അപ്പോൾ ആ ഒരു പരുവത്തിന് നിങ്ങൾ ഗ്യാസ് ഓഫാക്കുക. ഈ ക്യാരറ്റ് ഹൽവയൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ക്യാരറ്റ് എത്ര ടേസ്റ്റിയാണല്ലേ. അപ്പം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ തോരൻ. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതുപോലെ നിരത്തി ഇടുക. ഒരു മുക്കാൽ വേവായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് ഇത് ഉരുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ തേങ്ങയും മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഒരു ഇതാക്കുക, മിക്സാക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ നിരത്തിയിട്ട് തന്നെ നമ്മളിത് ഒന്ന് പാകത്തിന് ആക്കിയെടുക്കുക. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്നോടൊന്ന് അഭിപ്രായം പറയുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ മറ്റുള്ള വീഡിയോസും കൂടി ഒന്ന് കാണുക. അപ്പം ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതൊരു ചെറിയ റെസിപ്പി വീഡിയോ ആണ്, എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. എല്ലാവരും കണ്ടു നോക്കുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.